താനേറെ പ്രിയമോടെ മാനവർക്കേകിയ പാവനമാം ഈ കൂദാശയെ സാഷ്ടാംഗം പ്രണമിച്ചു നമിപ്പൂ ഞങ്ങൾ. ആരാധനയേകി നമിപ്പൂ ഞങ്ങൾ. പരിശുദ്ധ പരമാദ്വികാരുണ്യനാഥനായ ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പരിശുദ്ധ പരമമായ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. സ്നേഹസ്വരൂപനായ ഈശോയെ, അങ്ങയുടെ സജീവമായ സാന്നിധ്യത്തിന് മുമ്പിൽ ഞങ്ങൾ പരിപൂർണമായും അണഞ്ഞിരിക്കുന്നു. അപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളുടെ കൂടെ വസിക്കുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ ആരാധനയിലൂടെ അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാനും ആത്മീയമായ ശക്തി പ്രാപിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, ഒരു നിമിഷം നമുക്ക് ശാന്തമായി പ്രാർത്ഥനാപൂർവമായിരിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയെ വേദനിപ്പിച്ച നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും വന്ന വീഴ്ചകൾ കഴുകി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ വചനം നമുക്ക് ശാന്തമായി ശ്രവിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം വാക്യം. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്നും ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ മാംസമാണ്. നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യം വെറുമൊരു പ്രതീകമല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സജീവമായ സാന്നിധ്യമാണ്. നമ്മുടെ രക്ഷകനായ, ഏകരക്ഷകനായ, ലോകരക്ഷകനായ ഈശോയുടെ സജീവമായ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷമാണ് ഈ ദിവ്യകാരുണ്യം. അത് നമുക്ക് നിത്യജീവൻ നൽകുന്നതാണ്. നമ്മുടെ ആത്മീയമായ വിശപ്പടക്കുന്ന ജീവൻ്റെ അപ്പമാണ് ഈശോ. ആ ദിവ്യകാരുണ്യത്തിന് മുമ്പിലാണ് ഈ നിമിഷം നമ്മൾ ആയിരിക്കുന്നത്. പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടെ നമ്മുടെ കൂടെയായിരിക്കുവാൻ അപ്പമായി തീർന്ന ഈശോയെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ നിമിഷം സമർപ്പിക്കാം. ഈശോയെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവിനും സഭ്യരെല്ലാ മെലദുക്ഷന്മാർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. ഞങ്ങളുടെ മേലും അവരുടെ മേലും ദിവ്യകാരുണ്യത്തിൻ്റെ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ. രോഗികളായി കഴിയുന്നവർക്കും ഏകാന്തത അനുഭവിക്കുന്നവർക്കും അങ്ങയുടെ സ്വാതന്ത്ര്യം ലഭിക്കാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയെ, ദിവ്യകാരുണ്യ അഞ്ജനം കൊണ്ടവരുടെ കണ്ണുകളെ കഴുകി ശുദ്ധീകരിച്ച് രോഗശാന്തി നൽകി ആശ്വാസം നൽകി അവരെ അനുഗ്രഹിക്കണമേ. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ജോലിയില്ലാതെ വിഷമിക്കുന്ന യുവജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയും മത്സര പരീക്ഷകൾക്കായി തയ്യാറാകുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
നിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങളെ സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രായമായ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയെ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കാനായി കടപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ, ഇവരെല്ലാവരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവർക്കും നിങ്ങൾ പ്രാർത്ഥന നൽകുവാനായി കടപ്പെട്ടിരിക്കുന്നവരെയും ഈ നിമിഷം പ്രാർത്ഥനാപൂർവ്വം ഓർക്കുന്നു. ഈശോയെ, ഈ ആരാധനയിലൂടെ അങ്ങനെ ലഭിച്ച കൃപകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളിവിടെ നിന്നും മടങ്ങിപ്പോകുമ്പോഴും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിൻ്റെ പ്രകാശമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.
ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ നന്ദി ദിനത്തിനായി, ഈശോയെ നന്ദി കരുതലിനായി. ഈശോയെ സ്തുതി, ഈശോയെ ആരാധന,